പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി തോറ്റു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. അപ്പൊ എല്ലാവരും ജയിച്ചു, എല്ലാവരും ജയിച്ചു. നീ എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ, പിണറായിന്റെ കാലിന് അക്കരെ നീന്തിക്കണമെന്ന്. താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും വട്ടാൻ നീന്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാചീത്തയാ. നീന്തി കാണണം. പിണറായി ഈ SFI നട്ടു വളർത്തിയതാണ് പിണറായിക്ക് കുഴപ്പം മുഴുവൻ വന്നത്. ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. അല്ല, അവര് നന്നാവാന്നാണല്ലോ പറയുന്നത്. അവര് നന്നാവണമെങ്കിൽ പശുക്കൾ കുറെ വേണം നെയ്യെടുക്കാൻ, എല്ലാവരും നന്നാവില്ല. മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. അവർ കട്ട് നിന്ന് പഠിച്ചു പോയിട്ട് നന്നാകണേ. ജീവിതത്തിൽ അവർ നന്നാവോ? തള്ളേ കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി. ആക്ഷേപം പാടില്ല, വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കണ. അവര് നന്നാവും, ജനം ഇല്ലാതെയാവും. അവര് തോപ്പിച്ച് ചേട്ടത്തിയും കൂടിയാന്നാണല്ലോ പറയുന്നത്. ചേട്ടത്തി എനിക്ക് നല്ല പങ്കണ്ടെന്നേ. അവന്റെ ഒരു സത്യം പറച്ചില്. എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. ഇല്ലായ്മയാക്കണമെന്നായിരുന്നു എന്റെ മനസ്സ് മൊത്തം. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. ഇനി ഈ കേരളത്തിൽ അവർ ഒട്ടും പാടില്ല. ഇപ്പൊ മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുമാല എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ 6 മാസം ഉണ്ട് ഇനി. ബാക്കി തരാം എന്ന് ഫെബ്രുവരി 30-ം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. അപ്പൊ 6 മാസം ഉള്ളപ്പോ 1 മാസം തന്ന, അപ്പൊ 3-ാം തീയതി ഈ മാസം തരുമ്പോൾ 6 മാസമല്ലേ? 6 മാസം കൊണ്ട് എന്ത് തരാം? ഈ സർക്കാർ അതിനുവേണ്ട എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊരു അവസരം കൂടെ, നന്നാവുള്ള ഒരു അവസരം കൊടുക്കാൻ. അവരെ അവസരം നന്നാണ്. അവരൊരു കാര്യം പറഞ്ഞ ചൈനയ്ക്ക് പോയാൽ മതി. കൈപൊക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവൻ. അവന്മാര് കൈ പൊക്കി പൊക്കി നാട് പൊങ്ങാതായി. ചൈനയിലാണ് അവരുടെ മുഖ്യമായ ഓഫീസ്. ഈ കേരളത്തിൽ പറ്റിയല്ല. എന്താടാ ഒരുമാതിരി ആക്കിയ യൂത്ത് കോൺഗ്രസ് പിള്ളേരും എന്തല്ല എന്തോരം പോലീസുകാരും അല്ലേ തല്ലില്ലേ. അപ്പൊ ഈ പിണറായിയുടെ ഗുണ്ടകളല്ലേ, പിണറായി അല്ല ഗുണ്ട. കൊറേ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണ് അതിന്റെയൊക്കെ സായുധ വിപ്ലവം. ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയ. എന്നെ തടയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയല്ല ഇറങ്ങിയത്, ഞാൻ വല്ലവരും കക്കാൻ ഇറങ്ങിയതാണോ? ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. രാജ്യത്തിന് വേണ്ടിയാ, എല്ലാവർക്കും വേണ്ടിയാ. അപ്പൊ എന്തായാലും ഒരു വിട്ടുവീഴ്ചക്കല്ല ഇനി. വിട്ടുവീഴ്ച വേണ്ട, ഒഴിവായി തന്നാൽ മതി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? ഒഴിവായി തന്നാൽ മതി. ഭരണത്തിൽ നിന്ന് ഒഴിവാവണം, ഭരണത്തിൽ നിന്ന് ഒഴിവാണ്. പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ അല്ലേ? മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തിയോ?